മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, നോമ്പുകാലം 5-ാമത്തെ ഞായറാഴ്ചയായ ഇന്ന് തിരുസഭാ മാതാവിനോട് ചേർന്ന് നാം ധ്യാനിക്കുക കർത്താവിൻ്റെ കരുണയെപ്പറ്റിയുള്ള ചിന്തകളാണ്. ഇന്നത്തെ ഒന്നാമത്തെ വായന ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 6 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ഹാഗാറിന് രക്ഷകനായി മാറുന്ന, അവളുടെ മേൽ കരുണ കാണിക്കുന്ന കർത്താവിനെ നാം കാണുന്നു. തൻ്റെ യജമാനത്തിൽ നിന്നും ഓടി ഒളിക്കുന്ന ഹാഗാറിനെ ഒരു പുത്രനെ നൽകി അനുഗ്രഹിക്കുന്ന ദൈവം തൻ്റെ കരുണ അവളുടെ മേൽ ചൊരിയുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഇന്നത്തെ രണ്ടാമത്തെ വായനയായ യോശുവയുടെ പുസ്തകം 9-ാം അധ്യായം 16 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ നശിപ്പിക്കുവാൻ വന്ന ഗിബെയോൻകാരെ കർത്താവിൻ്റെ ദാസന്മാരാക്കി മാറ്റുന്ന ദൈവത്തെ നാം കാണുന്നുണ്ട്. തൻ്റെ ജനത്തെ വഞ്ചിച്ച ജനത്തെ നശിപ്പിക്കാതെ അവരുടെ മേൽ കരുണ കാണിക്കുന്ന ദൈവത്തെ യോശുവ ഇന്നത്തെ രണ്ടാമത്തെ വായനയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. അങ്ങനെ ഉൽപ്പത്തി പുസ്തകത്തിൽ തൻ്റെ ദൂതനിലൂടെ ഹാഗാറിന് രക്ഷകനായി മാറിയ ദൈവം രണ്ടാമത്തെ വായനയിൽ യോശുവയിലൂടെ വീണ്ടും തൻ്റെ ജനത്തിന് രക്ഷകനായി മാറുന്നു. ഇന്നത്തെ മൂന്നാമത്തെ വായനയായ വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ കരുണയെയും അനുകമ്പയെയും പറ്റി വീണ്ടും നാം വായിക്കുന്നു. ഇന്നത്തെ തിരുവചന ഭാഗം ആരംഭിക്കുക തന്നെ ദൈവ കരുണയെ അനുസ്മരിച്ചുകൊണ്ടാണ്. തുടർന്ന് അങ്ങോട്ടുള്ള പൗലോസിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും ഈ ദൈവ കരുണയിൽ അടിസ്ഥാനമിട്ടതാണ്. ഇന്നത്തെ തിരുവചന ഭാഗമായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ സുവിശേഷകൻ നമ്മെ ഓർമ്മപ്പെടുത്തുക ജീവജലത്തെ പറ്റിയാണ്. ജീവജലവും പ്രകാശവുമാകുന്ന കർത്താവിനെ പറ്റിയാണ്. കാൽവരി മലയിൽ നമുക്കായി ചിന്തിയ ദൈവത്തിൻ്റെ ആ വലിയ രക്തത്തെയും ജലത്തെയും ഇന്നത്തെ തിരുവചനത്തിലൂടെ നമ്മൾ വീണ്ടും ഒന്ന് ഓർമ്മിക്കുകയാണ്. ദൈവ കരുണയുടെ വലിയ മഹത്തായ മാതൃകയാണ് കാൽവരി മലയിൽ നമ്മൾ കാണുക. ഈ നോമ്പുകാലത്ത് ദൈവത്തിൻ്റെ കരുണയെ അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ ആ കരുണയെ പിന്തുടരുവാനായിട്ടും ആ കരുണ പരിശീലിക്കുവാനുമുള്ള വലിയ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.